ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ അല്ലെങ്കിൽ ബിജി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിനാദ്യം ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പിന്നെ ഇന്ന് ഇവിടെ ഹോളിയായിരുന്നു. ഇന്നെന്ന് പറയാൻ ഇപ്പം നാളെയെല്ലാം വീഡിയോ വരത്തുള്ളൂ. അതായത് 25 തിങ്കളാഴ്ച ഇവിടെ ഹോളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി ഞങ്ങൾ ഹോളിക്കൊന്നും താഴെ പോയില്ല, ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബിരിയാണി ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പം ഗീതേച്ചി പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് ഇതുപോലുള്ളത് ഗീതേച്ചി ചിലപ്പോൾ സമയമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടും. അതിൻ്റെ അകത്ത് മീൻ ഫ്രൈ ചെയ്തുകൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഗീതേച്ചി പറഞ്ഞ് ബെൻസി പല ഇതുപോലുള്ളതൊക്കെ ചെയ്യുന്ന ബെൻസി എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി. അവൾ ഈ ഞൊടുക്ക് പോലുള്ള ചില കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ബ്രദർ എപ്പോഴും പറയും അവൾ തട്ടിക്കൂട്ട് കൂട്ടാന്ന് പറയത്തില്ലേ, അതൊക്കെ എന്ത് ടേസ്റ്റാണ്. അവൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. നന്നായി പെട്ടെന്ന് അവൾ ചപ്പാത്തി പരത്തി ഉണ്ടാക്കും, നന്നായിട്ടുണ്ടാക്കും, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ബ്രദറും അവളോടായിരുന്നു താമസിച്ചത്. അപ്പോൾ ഇവളിങ്ങനെ തട്ടിക്കൂട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറയും, അവൾ എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാന്ന് പറയുമായിരുന്നു. പിന്നെ നമുക്കിപ്പം വീഡിയോ ഒക്കെ ഇടാൻ സമയമില്ല. ഈ ബിസിനസ് അല്ലാത്ത കടയുണ്ട്, പിന്നെ ഓൺലൈൻ ബിസിനസ്സൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ആകുമ്പോൾ വീഡിയോ ഇടാനൊക്കെ ഇപ്പം ഇടയ്ക്കൊക്കെ ഇടുന്നുള്ളൂ. ഫോൺ പോലും ഞങ്ങൾ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടത്തില്ല. പിന്നെ ഈ കൊറിയറൊക്കെ ചെയ്യേണ്ടേ, പാക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആയിരിക്കും. പിന്നെന്താ, പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ എന്തോ ബഹളമായിരുന്നു ദൈവമേ. രാത്രി ഇവിടെ ആണെങ്കിൽ ഈ ഇവരുടെ ഒരു പഴയ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി കച്ചിത്തുറു പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഈ ഉണക്കച്ചാണകമൊക്കെ വെച്ചിട്ട് തീ കത്തിക്കും. എന്നിട്ട് അവരുടെ ഒരു പിന്നെ എന്തൊക്കെ അവിടെ നിന്ന് കാണിക്കുക, തേങ്ങയൊക്കെ എടുത്ത് അങ്ങനെ കയറി അത് രാവിലെ വരെ ഇങ്ങനെ പുകഞ്ഞ് നീറിപ്പോൾ ചിലപ്പം പട്ടോ സൗണ്ടൊക്കെ ഈ തേങ്ങ പൊട്ടിത്തെറിക്കുന്നത്. അതൊക്കെ എനിക്ക് പേടി, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. ഇത്രയും വലിയ തീയൊക്കെ. ഇന്നലെ അതുകൊണ്ട് എന്തുവാ, രാത്രി ഞങ്ങൾ ജനലടച്ച് കിടന്നിട്ട് 12 മണിയാകുമ്പോഴാണ് കത്തിക്കുന്നത്. അടച്ച് കിടന്നിട്ട് എന്നും ഇടുന്ന AC ഇടുന്ന നമ്പറിനേക്കായി കൂട്ടിയിടേണ്ടി വന്നു. കാരണം അന്തരീക്ഷം മൊത്തം അതുപോലെ തീയിൽ ചുട്ട് കിടക്കില്ലേ, കൂളിങ് അങ്ങോട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിള്ളേരുണ്ട്, ഇന്നിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ജോലിയായി. കാരണം അവിടെ പുറകെ പോവുകയും ബഹളവും അതൊക്കെ ആയിട്ടൊക്കെ ഉള്ള പരിപാടികളായിരുന്നു. ഓക്കെ, മോനെ റീച്ചാൻ പഠിപ്പിക്കുന്നുണ്ട് ഇടയ്ക്ക്. ആ സൗണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് നേരം ഒന്നും മിണ്ടാതെ സൗണ്ട് എടുക്കരുതേന്ന്. ദിവസം പറഞ്ഞില്ലേ ജൂലിയ, 1-2 പേര് ഷാർജയിലുള്ളവരുടെ കാര്യമൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോളിട്ട് റിനി, ചേച്ചി ഞാനും ഷാർജയിലാണ് ചേച്ചിയെ ഞാൻ മിക്സിയുടെ മുകളിലാണ് ഇരുത്തിയേക്കുന്നത്, ഇത്തിരി മുകളിൽ ഇരുന്നോട്ടെന്നും പറയും. ഒരാളെന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുത്തും, ഒരാളെ മിക്സിയുടെ മുകളിൽ ഇരുത്തും. കാരണം നമ്മുടെ ഈ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഓഡിയോ ഇട്ട് ജോലി ചെയ്യും. അപ്പം കാണാത്ത വീഡിയോകളും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ പഴയ ആൾക്കാർ പണങ്ങരുതേ. ഓക്കെ, അപ്പോൾ രാവിലെ മാവിൻ്റെ അകത്ത് ഉപ്പുനീര് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതാ ഒഴിച്ചത്. അപ്പോൾ ഇത്രയും ഒഴിച്ചാൽ നിങ്ങൾ എന്ത് വെച്ചാൽ എന്താ ഉപ്പാ കോരി ഒഴിക്കുന്നത്. ആ നീരിന് ഉപ്പ് ഇത്തിരി കുറവ്, ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് ഇട്ടിട്ട് അത് കലക്കണം. ഞാൻ പറഞ്ഞില്ലേ മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ടേ പൊടി ചേർക്കാതെ, ഇത് നീരാകുമ്പം എങ്ങും ഉപ്പിൻ്റെ ടേസ്റ്റ് എങ്ങും വരത്തില്ലല്ലോ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അത് ഒഴിക്കുന്നുണ്ടേ നന്നായിട്ട് അങ്ങ് മിക്സ് ആവും. അപ്പം ബാക്കി മിക്സി കഴുകി അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ബാജറ ഇതിൻ്റെ അകത്ത് ചേർത്തത് കേട്ടോ. ബാജറ എന്ന് പറഞ്ഞാൽ പേൾ.
ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ടാൽ ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ റീച്ചാൻ ഇഞ്ചി ഇത്തിരി വേണം. അപ്പം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നേ പപ്പായ ഇത്. അപ്പം കഴിഞ്ഞ ദിവസം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും തോന്നത്തില്ലേ നല്ല മധുരമാണ്. അപ്പോൾ അവർ കൊടുത്തപ്പോഴും മിക്കവാറും വാങ്ങിക്കുന്നത് ബൈ ചാൻസിലെങ്ങാണേ മധുരം ഉള്ളത് കാണത്തുള്ളൂ. മിക്കവാറും വാങ്ങിച്ചാലും ഇതുപോലെ മധുരം കാണത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം ജയേച്ചിയാണെങ്കിൽ അവിടുന്ന് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഈ റെഡ് ലേഡി ഓമയ്ക്ക തിന്നു. ഞാൻ തന്നെ ചോദിച്ചു മധുരം ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല മധുരമാണ്. ഇത് 80 രൂപ കൊടുത്ത് വാങ്ങിച്ച ഓമയ്ക്ക. ഒട്ടും മധുരം ഇല്ലായിരുന്നെന്ന് വെച്ചാൽ ഒട്ടും മധുരം ഇല്ലായിരുന്നു. ഞാൻ റീച്ചാനോട് പറഞ്ഞു അവരോട് പറ മധുരം ഇല്ലായിരുന്നെന്ന്. അവർ പറഞ്ഞ് മധുരം ഉണ്ട് എന്ന്. പക്ഷേ കൊണ്ടുവന്നുണ്ടേ മധുരം ഇല്ലായിരുന്നു. റീച്ചാൻ പറഞ്ഞാൽ സാരമില്ല, ഇനി ഞാൻ ഓമയ്ക്ക വാങ്ങിക്കുന്നില്ലെന്ന്. എന്തോ ചെയ്യാനാന്ന് പറ. ഞാൻ 2 തവ വെച്ച് ദോശ അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് എളുപ്പമേ. അപ്പം ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് ചായയും റെഡിയായി. കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ളത് ബോൺവിറ്റി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ദോശയ്ക്ക് കടലക്കറിയായിരുന്നു. അപ്പം എന്താണ്ട് ബാജറി എന്ന് പറയുന്നത് ഇതാ പേൾ. അതും ഞാൻ നേരത്തെ വാങ്ങിച്ചത് നമ്മുടെ മണിച്ചോളത്തിൻ്റെ മുഴുവനേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് അത് അരി പോലല്ല, അത് നമ്മൾ കുതിർത്തിട്ട് അരയ്ക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അരി പോലെ അരയത്തില്ല. ഇത് അരി പോലെ അരയത്തില്ലെന്നല്ല, അരയും നന്നായി. പക്ഷെ അരി അരയ്ക്കുന്ന സമയത്തിനൊക്കെ ഒരിച്ചിരിയും കൂടെ സമയം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എന്നാൽ ഇങ്ങനെ പൊടി വാങ്ങിക്കാമെന്ന്. പൊടിയാകുമ്പം ഇച്ചിരി വിലയുണ്ട്. 1/2 കിലോയ്ക്ക് 1/2 കിലോ 48 രൂപയാണ്. ബാജറയ്ക്ക് 44 രൂപ 1/2 കിലോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിയും 1/4 ഗ്ലാസ്സിന് ഇച്ചിരിയും കൂടെ ഉഴുന്നൂടിട്ട് അതൊന്ന് അരച്ച്, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാവങ്ങ് ഞാൻ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ 1/2 കപ്പ് ചോറും 1/2 കപ്പ് ബാജറയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊടി ചേർത്ത് അരയ്ക്കുന്ന മാവും അല്ലാതെ അക്കായിട്ടുള്ള ഇത് വാങ്ങിച്ചരയ്ക്കുന്നതായിട്ട് വ്യത്യാസം കാണും ദോശ ഉണ്ടാക്കുമ്പം. അങ്ങനെ മെഷർമെൻറ്റിലാണ് ഞാൻ മാവ് അരച്ച് വെച്ചത്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇപ്പോൾ എത്ര നാൾ ഇനി ഇവനിത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞ് അവന് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് പനിയാരം പോലെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞ് പ്രൈസൻ. അപ്പോൾ 2-3 തീര ഞാൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പോഴൊന്നും ഇതുവരെയും വെറുത്തിട്ടില്ല. ഇനി ഇല്ല മസാല ദോശ ഇഡലി പോലെ അത് മതിയാവുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ന് വരെ പറയുന്നു അന്ന് വരെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ കുറേയും കൂടെ നല്ലതാണ്. ചട്നിയേക്കായി എനിക്ക് തോന്നിയത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനാണ്. അപ്പം ഞാൻ അവനുള്ള ഇതുകൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ. പ്രൈസും പക്ഷേ ദോശ രാവിലെ കണ്ടുണ്ടേ ഈ ബാജറ ആണെങ്കിലും നമ്മുടെ വെളുത്തിരിക്കുമല്ലല്ലോ ദോശ, ഇച്ചിരി ബ്രൗൺ കളർ പോലെ വരും. അവൻ വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച് ഞാൻ വഴക്ക് പറഞ്ഞ് ഇവിടെ വേടാന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ വാരി കൊടുക്കാനായിട്ട് കൊടുത്തുണ്ടേ. ആദ്യം ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് കഴിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്തുടനെ ഒന്നുകൂടെ എത്താമെന്നും പറഞ്ഞ് കഴിച്ച്. ടേസ്റ്റൊക്കെ ഉണ്ട്. ഈ പിള്ളേർ ഈ കളറിൽ പറയുന്നതാണ് വേണ്ടാന്ന്. പക്ഷേ അത് തന്നെ ഇത് ഉണ്ടാക്കി കൊടുത്തുണ്ടേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എങ്ങനെയും അങ്ങ് ചെന്നാൽ മതി വയറ്റിൽ. ഇപ്പോൾ രാവിലത്തെ പ്രൈസമ്മോനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് മെഴുക്കുവരട്ടാനായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക എനിക്ക് വട്ടത്തി അരിയുന്നതിനേക്കായി അല്ലാതെ ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് മെഴുക്കുവരട്ടുന്നതാണ് ഇഷ്ടം. നല്ലതും ഇതാ. കാരണം വട്ടത്തി നമ്മൾ അരിഞ്ഞു പോകുമ്പം വല്ല കീട ഉണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാകും മനസ്സിലാക്കാൻ. അപ്പം ഞാൻ അതിലേക്ക് 2 സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ മെഴുക്കുവരട്ടിക്കകത്തൊക്കെ സവാള ഇച്ചിരി കൂടുതൽ കിടന്ന് വഴന്ന് മുരണ്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തൊന്ന് അതൊന്ന് മെഴുക്കുവരട്ടാനായിട്ട് വെക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടേ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പം നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഓർപ്പിച്ചേ കേട്ടോ. ഞാനിപ്പോൾ പറയുന്ന സെക്കൻഡിലങ്ങ് ലൈക്ക് ചെയ്തേരെ. അപ്പം മെഴുക്കോട്ടിയൊക്കെ കുറേ നേരം ഞാൻ ഇങ്ങനെ ഇട്ട് ഇളക്കുകയൊക്കെ ചെയ്തപ്പോൾ മെഴുക്കോട്ടി നല്ല സെറ്റ് വരുവായിട്ടുണ്ട്. ഇച്ചിരി നടുക്ക് ഒട്ടിയിരിക്കുന്നതേ ചോറ് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഏത്തയ്ക്ക വാങ്ങിച്ചായിരുന്നല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചു ഒരു ഏത്തയ്ക്ക തോരനൂടെ വെക്കാമെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച്. തോരൻ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ അതൊക്കെ നന്നായി ഒന്ന് വടിച്ചെടുത്ത് മാറ്റിയിട്ട് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ടങ്ങ് കൊടുത്ത് കടുക് പൊട്ടിച്ച് ഒരു നുള്ളും ജീരകവും ഇട്ടേ ഏത്തയ്ക്ക ആയതുകൊണ്ട്.
അപ്പം എനിക്ക് ഏത്തയ്ക്കാത്തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, രാത്രിയിൽ ഞാനൊന്ന് മൊബൈൽ എടുത്ത് നോക്കും വ്യൂസ് എന്തായി, കമൻ്റ് ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, എനിക്ക് വാട്സപ്പിലെ മെസ്സേജ് ഇടത്തുള്ളൂ, അല്ലാതെ കമൻറ്റിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടത്തില്ല. ബിജിക്കുട്ടി, ഞാൻ കമൻ്റ് ഇട്ടില്ലേലും ഞാനും രാത്രിയിലൊക്കെ നോക്കും ബിജിക്കുട്ടിക്ക് എത്ര വ്യൂസായി, എന്തൊക്കെയാണെന്നൊക്കെ ആ വീഡിയോ നോക്കുമെന്ന്. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ. കാരണം നമുക്ക് ഇത്തിരി എത്രയോ പേര് എനിക്ക് 1 lakh ആകാൻ നോക്കിയിരിക്കുന്നത്. പക്ഷേ 1 lakh ഇതുവരെ ആവുന്നില്ല. കുറേ മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ 95, 96 ഇങ്ങനെ നിൽക്കുക, കയറുന്നേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് ഇപ്പോൾ ഉള്ളതുകൂടെ ഇപ്പം കുറച്ച് ഏതെങ്കിലും ഈ ഐഡിക്കാർ കണ്ടിന്യൂസ് കാണാതെ കുറച്ച് പേരുണ്ടെങ്കിൽ ആ ഐഡി അവർ കട്ട് ചെയ്യും. അവർക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. ഈ റെഗുലർ കാണുന്നവരുടെ മാത്രമാണ് ഈ വരുന്നത്. അപ്പോൾ എൻ്റെ കുറേ വ്യൂസ് എൻ്റെ കുറഞ്ഞു. കാരണം ഇങ്ങനെ കാണാതെ ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാതിരിക്കുമല്ലേ, അങ്ങനെയുള്ളവരുടെയൊക്കെ യൂട്യൂബ് ഇങ്ങനെ കട്ട് ചെയ്യും. ഒഴിക്കാൻ മറന്നു. അപ്പം ഞാൻ ഇച്ചിരി എടുത്ത് തിന്ന് നോക്കിയോണ്ടേ ഉപ്പില്ല. പിന്നെ ഞാൻ ആ നീരൊഴിച്ച് ഇളക്കി. പിന്നെ തിന്ന് നോക്കിയാണെങ്കിൽ വീണ്ടും ഇല്ല. പിന്നെ ഞാൻ ചെന്നാൽ ഉപ്പ് തന്നെ ആവട്ടെന്ന്. ഞാൻ പറയില്ല, ഈ നീരിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പ് കുറവായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി. ഇപ്പം നമ്മുടെ കാത്തോരനും റെഡിയായി. ഇന്ന് എൻ്റെ പ്രൈസമ്മോൻ വൈകിട്ട് വന്ന്. അവന് സാധാരണ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അപ്പം ഒരു ഇച്ചിരി ചുമയൊക്കെ ആയിട്ട് ആൾക്ക് അങ്ങനെ ആഹാരം ഇത്തിരി വെറുത്തിരിക്കുക. അപ്പോൾ അത് വേണ്ട, ഈ കാത്തോരൻ അവനോട്ട് കണ്ട ഇഷ്ടമേ അല്ല. ബൈ ചാൻസ് ഒരു ദിവസം കഴിച്ച്, അതേ ഉള്ളൂ. അപ്പോൾ അവന് വൈകിട്ട് ചപ്പാത്തിയും ഇതുകൂടെ കൊടുക്കട്ടെ. പിന്നെ വേണ്ട, എനിക്ക് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. എനിക്കറിയാം വൈകിട്ട് ഉച്ചയ്ക്ക് ആ പന്നിയാരം കഴിച്ചതല്ലേ. പിന്നെ ഞാൻ ഒരു മുട്ട പൊരിച്ച് എങ്ങനെയും ഒരു ചപ്പാത്തി കൊടുത്തു. കാരണം പൊതുവേ അവന് വിശപ്പില്ലായിരുന്നു, ഉള്ളിൽ പനിയെങ്ങാനും കാണും. അപ്പോൾ ഇത്രയായിരുന്നു ആ ദിവസത്തെ വൈകുന്നേരത്തെ വീഡിയോ. പിന്നെ ഇനിയും കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് എന്ന് വെച്ചാൽ ഇനിയെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിലത്തെ ഞാൻ ഇച്ചിരി ഒന്ന് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചത് ഞായറാഴ്ച വൈകിട്ട് റേച്ചാൻ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ, അതൊക്കെ ഞായറാഴ്ചത്തെ വീഡിയോയാണ്. രാത്രിയിലെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ഇന്നത്തെ മീൻചാറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഇച്ചിരി മീനുണ്ടായിരുന്നു ഇന്നലത്തെ. എല്ലാം ഒതുക്കി വേസ്റ്റ് ഇടുന്ന പാത്രം എല്ലാം കഴുകി. പിന്നെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് രാത്രിയിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ചിലപ്പോൾ മഞ്ഞളിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെയാണ്. റേച്ചാൻ വെജിറ്റബിൾസ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാനൂടെ പോകാമെന്നും പറഞ്ഞിരുന്നേ. അപ്പോൾ റേച്ചാൻ എന്തോ ചെയ്യുന്നോ, റേച്ചാൻ വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ കൂട്ടുകാരൻ്റെ അവിടെ പോയിട്ട് അതുവഴി അങ്ങ് ആ പുള്ളിക്കാരനും റേച്ചാനൂടെ പോയി വെജിറ്റബിൾസ് വാങ്ങിക്കും. ഇങ്ങനെ ഒരാഴ്ചത്തെ വെജിറ്റബിൾസ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇത് ക്യാരറ്റ് 1 കിലോ 30 രൂപ. പിന്നെ ഇച്ചിരി ചിലതിൻ്റെയൊക്കെ വില ഞാൻ ചോദിച്ചു. ഇതിൻ്റെ ഒന്നും ഞാൻ ചോദിച്ചില്ല. കോളിഫ്ലവർ, മുരിങ്ങയ്ക്ക, മത്തങ്ങ, കാബേജ്, പിന്നെന്തുമായിരുന്നു, കോവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, പയർ, ബീൻസ് ഞാൻ അന്ന് രാത്രിയിലല്ലേ റേച്ചാൻ കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൊണ്ടുവന്നു. ആ ബീൻസ് ഞാൻ പിന്നെ പെട്ടെന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ബീട്രൂട്ട് വൈകിട്ട് രാത്രി തന്നെ അരിഞ്ഞു വെച്ച്. ചേന, ഇത് ഒരാഴ്ചത്തേക്കിനുള്ള നമ്മുടെ വെജിറ്റബിൾസാണ്. പിന്നെ തീരുവാണെങ്കിൽ 1-2 ഐറ്റംസ് റേച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട്, അപ്പം മാങ്ങ സീസണായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ആപ്പൂസ് മാങ്ങ എന്ന് പറയും. അത് ഭയങ്കര വിലയാണ് ആപ്പൂസ്. പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഇന്നലെ ഇപ്പോൾ റേച്ചാനൊരു മാങ്ങ. ഈ പിള്ളേർക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല മധുരം ഉള്ള മാങ്ങയാണ്. അത് നല്ലൊരു മണം ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ ആപ്പൂസ് ചിലത് നല്ല ക്വാളിറ്റി നമ്മൾ വാങ്ങിക്കുവാന്നേലും അതിൽ ചിലത് കള്ളത്തരം ഉള്ളത് കാണും. ഈ എങ്ങനെ പഴിപ്പിക്കും, 1-2 എങ്ങാണം നമ്മളിപ്പോൾ ഒരു ഡസൻ വാങ്ങിക്കുവാന്നേലും അതിൽ മാങ്ങ നല്ല മഞ്ഞ കളറായിരിക്കും, പക്ഷേ അകം വെളുത്തിരിക്കും. അപ്പം ഞാൻ ഈ മാങ്ങ ഒന്ന് ഇച്ചിരി ഉപ്പും വെള്ളം ഇട്ടൊന്ന് വെക്കട്ടെ വെള്ളത്തിൽ. ഇത് 1 കിലോയാണെന്ന് പറയുന്നത്. നല്ല മണമായിരുന്നു. പക്ഷേ ഇതില്ല, ഉറിഞ്ചി തിന്നുന്ന മാങ്ങിയ കേട്ടോ. നമ്മൾ പിന്നെ ഞാൻ ചെത്തി കൊടുത്തവർക്ക് എല്ലാവർക്കും. പ്രൈസ് സൗണ്ട് ഉണ്ടാക്കാതെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞായറാഴ്ച രാത്രി ഒരു 11 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ അവിടെ ആ സർക്കിളിൻ്റെ അവിടെ എല്ലാ പ്രാവശ്യവും ഇവിടെ ആയിരുന്നു ഈ ഹോളിയുടെ അന്ന്
ഈ മഴവെള്ളം പോലെ പൈപ്പൊക്കെ മേളിൽ കെട്ടിയിട്ട് ഡാൻസും കൂത്തും ഇവിടെ ആയിരുന്നു. ഇപ്രാവശ്യം ഇവിടെ ഞാൻ പറഞ്ഞ ഇവർ ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ച് കച്ചിത്തുറ് പോലെ കെട്ടി ഉണക്ക ചാണകമൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തീ കത്തിക്കും. ഇതിപ്പോൾ സമയം ഒരു 11:15 ഇതുവരെ തീ കത്തിയിൽ തുടങ്ങിയില്ല. അവരവരുടേതായ രീതിയിൽ ഓരോരുത്തർ പൂജ അതും ഇതുവാ. 12 മണിയാകാറാണ് തീ കത്തിച്ച്. എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു. ഇതൊക്കെ എന്ത് അപകടം, ഒരു ഇത്തിരി തീപ്പൊരി എങ്ങാനും അവിടെ കാണാൻ വീണ ഓർക്കാൻ കൂടെ വയ്യ. അവിടെ ഇത് പിന്നെ തേങ്ങയൊക്കെ ഇവർ ഏറി അതിൻ്റെ അകത്ത്. രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടക്കം പോലെ പൊട്ടുന്ന നമുക്ക് കേൾക്കത്തില്ല. വാച്ച്മാൻ പറയും. ഈ വാച്ച്മാനല്ല ഇനി ഇത് നോക്കിയിരിക്കണം. രാവിലെ വരെ ഇതിൻ്റെ പുക ഇങ്ങനെ നീറി കിടക്കും. ഭയങ്കര ബഹളവും എല്ലാവരുടെയും കിടക്കാണ്. നമ്മൾ പിന്നെ ജനലൊക്കെ അങ്ങ് അടച്ചത്. പിന്നെ ഞങ്ങൾ കിടക്കാൻ നേരം AC ഇട്ടിട്ട് എന്നും ഇതിലിട്ടിട്ടും കൂളില്ല. കാരണം അത്രയ്ക്ക് അന്തരീക്ഷം ചൂടായിട്ട് കിടക്കുമല്ലായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ തീ കത്തിയടം കിടക്കുക. ഈ ഞങ്ങളുടെ ഫ്രണ്ടിലൊന്നും ആൾക്കാരെയൊന്നും കാണാനില്ല. എല്ലാവരും അപ്പുറത്താണ് ഞാൻ പറഞ്ഞില്ലേ പൈപ്പിട്ട് മഴവെള്ളം പോലെ വീണ് അതിൻ്റെ മുമ്പിൽ കിടന്ന് ഡാൻസും ബഹളവും ഒക്കെയാണ്. കുറച്ച് ഞാൻ മ്യൂസിക് ഇല്ലാത്ത അല്ലാതെ മ്യൂസിക്കുണ്ട്, കോപ്പിറൈറ്റ് വരത്തില്ലേ, അതിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 മണി വരെ കാണും. അപ്പോൾ 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ചെണ്ടമേളത്തിൻ്റെയൊക്കെ മ്യൂസിക്കൊക്കെ കൂടും, അവരുടെ സ്പിരിറ്റ് കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. Goodbye.